നമസ്കാരം. അതായത് ഇപ്പോൾ ആകെ പ്രശ്നത്തിലായിരിക്കുന്നത്, വിവാദത്തിലായിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഒരു പുതിയ ചലഞ്ചാണല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല, പോർക്ക് ചലഞ്ചാണ് ഇത്തവണ വയനാട്ടിലെ ദുരിത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി എന്ന നിലയിൽ ഡിവൈഎഫ്ഐ നടത്തുന്നത്. അത് ഈ 18-ാം തീയതി, അതായത് ഇന്ന് കോതമംഗലത്ത് നടത്താൻ പോവുകയാണ്. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ പോർക്ക് ചലഞ്ച് എന്ന് കേട്ടതോടുകൂടി ചിലരൊക്കെ അസ്വസ്ഥരായി. എന്തുകൊണ്ടാണെന്നറിയില്ല, ബീഫ് ചലഞ്ച് നടത്തിയപ്പോഴൊന്നും ഇവർക്ക് യാതൊരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. എന്തിന് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടത്താൻ വേണ്ടി നവോത്ഥാന മതിൽ കെട്ടിയപ്പോഴും ഈ പറയുന്ന ആളുകൾക്ക് യാതൊരു അസ്വസ്ഥതയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പുരോഗമനം കൊണ്ടുവരാൻ ശബരിമലയിൽ ആളെ കയറ്റണമെന്ന് പറഞ്ഞ് ഇക്കൂട്ടരെ ഉൾപ്പെടെ ചേർന്ന് നിന്നാണ്, CPM-നൊപ്പം ചേർന്ന് നിന്നാണ് അന്ന് നവോത്ഥാന മതിൽ നടത്തിയത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ കയറി ചൊറിയുമ്പോഴാണല്ലോ ഈ ഒരു ഉൾപ്പുളകം കിട്ടുന്നത്. ആ സമയത്ത് ഈ ഉൾപ്പുളകം കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് കരുതേണ്ടത്. കാരണം ഇപ്പോൾ ആ ഉൾപ്പുളകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആകെ പരിഭ്രാന്തരായിട്ടുണ്ട്. ഈ പോർക്കിനെയൊക്കെ തൊട്ടാൽ എങ്ങനെയാണ്, മൊത്തത്തിൽ ഹറാമാവുമല്ലോ. അതുകൊണ്ട് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. സമസ്തയാണ് കേട്ടോ വളരെ ശക്തിയുക്തം ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. സമസ്ത നേതാവും SYS സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായിക്കാണ് ഇത് കേട്ടതോടുകൂടി ഇരിക്കപ്പുറതി ഇല്ലാതെയായത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പരസ്യമായി തന്നെ പ്രതിഷേധിക്കുകയും രംഗത്തെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയിട്ടുള്ളവരാണ്. അവരെ അവഹേളിക്കുന്നതാണ് പോർക്ക് ഫെസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. അതൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. നല്ല വാക്കാണ് കേട്ടോ. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം, അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധിക്കരിക്കുന്നതിനുള്ള മറുപടി ഉണ്ടാകില്ല. ഇങ്ങനെയാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡിവൈഎഫ്ഐ ഇതാദ്യമായിട്ടല്ല കേട്ടോ. ഇതിനു മുമ്പ്, അതായത് ഇന്ന് നടത്താനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് 10-ന് കാസർഗോഡ് രാജപുരം എന്ന കുടിയേറ്റ മേഖലയാണ് അത്. അവിടെ അവരൊരു പോർക്ക് ഫെസ്റ്റ് നടത്തുകയും സാമാന്യം ഭേദപ്പെട്ട ഒരു തുക സമാഹരിക്കുകയും അത് ഇതിലേക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ തുടർന്ന് ഇങ്ങോട്ടേക്ക് ഈ പോർക്ക് ഫെസ്റ്റ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം ഇതിന് പുറകിലുള്ളത് എന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാല്, ഇത് പെട്ടെന്ന് ഒരു ദിവസം ഡിവൈഎഫ്ഐ മാത്രമായിട്ട് ഇറങ്ങി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അങ്ങ് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഇടക്ക് വരെ ബീഫ് ഫെസ്റ്റ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ബീഫ് ഫെസ്റ്റ് നടത്തിയത് ആരുടെ നെഞ്ചത്ത് പൊങ്കാലയിടാനുള്ളതായിരുന്നു എന്നുള്ളത് സാമാന്യബോധമുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അത് ചില പ്രത്യേക വിഭാഗങ്ങൾ ഈ പറഞ്ഞതുപോലെ സന്തോഷിപ്പിക്കുന്നതിനും പ്രീണിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പോക്രിത്തരം കാണിച്ചത്. എന്തുവായിക്കോട്ടെ, അതിനോട് സഹിഷ്ണുതയുള്ള ആ വിഭാഗം അങ്ങ് പുറത്തു. അതല്ലാതെ മറ്റൊന്നും അതിൽ പറയാനില്ല. മാത്രമല്ല, ഇപ്പോൾ അന്ന് ഈ ബീഫ് ഫെസ്റ്റ് നടത്തുന്നതിനെ അനുകൂലിച്ച് കൈകെട്ടി കൈകോർത്ത് നിന്ന് ഇതൊക്കെ വിളമ്പിയ ആൾക്കാർക്ക് ഇപ്പോൾ ഇത്ര ചൊറിച്ചിൽ വരേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ആരും അറിയാതെ എടുത്ത് നടപ്പാക്കുന്ന ഒരു തീരുമാനമാണ് ഇതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ?
ഒരിക്കലുമില്ല. ഡിവൈഎഫ്ഐ ഇത്തരം ഒരു ബീഫ് ഫെസ്റ്റ് മൊത്തത്തിൽ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവരുടെ പ്രധാന സംഘടനയിൽ നിന്നുള്ള അറിവും ആജ്ഞയും അനുവാദവും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും. അതല്ലാതെ ഒരിക്കലും വെറുതെ ഒരു ഇത്തരത്തിൽ, അത് പ്രത്യേകിച്ചും ബീഫ്, പോർക്ക് ഇത്തരത്തിലുള്ള ഫെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ, ഭക്ഷ്യപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ ഇതൊന്നും കേന്ദ്രത്തിൽ അറിയാതെ, അതായത് CPM അറിയാതെ, വേണ്ടപ്പെട്ടവരറിയാതെ ഈ കാര്യങ്ങൾ നടത്തുമെന്ന് ചിന്തിക്കാനൊന്നും കരുതാൻ പറ്റില്ല. കാരണം അവർ ഇതുവരെയും പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നത് ബീഫ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ളത് പല കാര്യങ്ങളും, ശബരിമല സ്ത്രീ പ്രവേശന സമയത്തെ നവോത്ഥാനം, അതിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നടത്തി പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് കിട്ടാനാണ്. പക്ഷേ അത് നടത്തി വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP കയറി അങ്ങ് അടിച്ചു. CPM-ന് വലിയ ക്ഷീണവും ഉണ്ടായി. അതായത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ആണ് ഒന്നാമതെത്തിയത്, 8 മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി. മാത്രമല്ല ബൂത്ത് തലത്തിൽ CPM-ന് ആഭിമുഖ്യമുള്ള CPM കുത്തക ബൂത്തുകളിലൊക്കെ, അവിടങ്ങളിലൊക്കെ CPM പുറത്തു പോകുന്ന, അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ CPM പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഈ CPM-ന്റെ വോട്ടുകൾ തന്നെയാണ് BJP-ക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. അതല്ലാതെ, അതായത് ഇതുവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ എന്താ പറയാ, വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിലും, എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഇപ്പോൾ വിശ്വാസികളൊക്കെ ഉണ്ട്. CPM ഇപ്പോൾ പറയുന്നുണ്ട്, ഗോവിന്ദൻ മാഷൊക്കെ പറയുന്നുണ്ടല്ലോ, അമ്പലങ്ങളിൽ പോകുന്നവരെ തടയരുത്, അമ്പലങ്ങളിലൊക്കെ നമ്മളും ചെല്ലേണ്ടതാണ്, അവിടെയുള്ള കമ്മിറ്റികളൊക്കെ നമ്മൾ ഇടപെടേണ്ടതാണ്, കൈകടത്തേണ്ടതാണെന്നൊക്കെ ഇപ്പൊ വളരെ നയപരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പ്രീണനം നടത്തിയതോടുകൂടി പ്രധാന വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഹൈന്ദവ വിഭാഗവും ക്രിസ്ത്യാനിറ്റി വിഭാഗവും ഒക്കെ ചോർന്നു തുടങ്ങി. ഇത് സ്പ്ലിറ്റ് ആയിട്ടാണ് BJP-യിലേക്കും UDF-ലേക്കുമായിട്ട് പോയിട്ടുള്ളത്. അത് തിരിച്ചറിയുന്നുണ്ട് CPM കേന്ദ്രം. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രീണിപ്പിച്ചു കൊണ്ടിരുന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, ഇപ്പൊ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കനൽ തരി അങ്ങ് ഉണ്ടായതുപോലെ അതുപോലും അണഞ്ഞു പോകുന്ന ഒരു സ്ഥിതി സംജാതമാകുമെന്ന CPM-ന്, അതായത് കപ്പിത്താന് നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ കപ്പിത്താനും ഗോവിന്ദൻ മാഷ് ഒന്നും അറിയാതെ ഇത്തരമൊരു ചലഞ്ച് എന്തായാലും CPM നടത്തില്ല. കാരണം ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉൾപ്പെടെ പ്രാർത്ഥനാ സൗകര്യമുള്ള ഒരു സമരം നടന്നു. ആ സമയത്ത് സാധാരണ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആർഷമൊക്കെ കയറി അങ്ങ് അടിക്കുന്നതാണ്. അവർക്ക് പ്രാർത്ഥനാ സൗകര്യമൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രസ്താവനകളും പ്രതിഷേധങ്ങളും ഒക്കെ വരേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു മിതത്വം പാലിച്ചതായിട്ട് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ആ മിതത്വം പാലിച്ചത് ഈ വോട്ട് ബാങ്ക് ആണ്. അതായത് ഇനിയും ക്രൈസ്തവ സഭയെയും ക്രൈസ്തവ വിശ്വാസികളെയും ഹൈന്ദവ വിശ്വാസികളെയും ഒക്കെ ഇനിയും വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടും. ഒരു കനൽത്തരി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, CPM-ന് ഇനി നടുനിവർത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വമ്പൻ പരാജയം ഉണ്ടാകുമെന്ന് കപ്പിത്താനും സംഘവും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ ബിരിയാണി ചലഞ്ച്, ഷർട്ട് ചലഞ്ച്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചുകളൊക്കെ നടത്തിയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ബീഫ് ചലഞ്ചിലേക്ക് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ പോർക്ക് ചലഞ്ചിലേക്ക് വരുന്നതും വളരെ തിരിച്ചറിവോടുകൂടി തന്നെ കൃത്യമായി CPM പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ പറഞ്ഞത് തന്നെയാണ്, CPM-ന് അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ബാങ്ക് ചോർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ആ ഒരു വിഭാഗത്തില് എന്തൊക്കെ വന്നാലും ചോർന്നു പോയാൽ പോലും അതിന് CPM-നെ പിടിച്ചു നിർത്താൻ തക്ക ശേഷിയില്ല എന്നുള്ളത് സത്യത്തിൽ മനസ്സിലായിട്ടുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും CPM-ലുള്ള ഈ വിഭാഗം പോലും എത്രത്തോളം ഈ CPM-ന് തന്നെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലും വളരെ പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ CPM-നെ അറിയാം. CPM വിചാരിച്ചിരുന്നത് ഇവരെയൊക്കെ എത്ര വേണമെങ്കിലും അടിക്കാം,
ഈ ഒരു വിഭാഗത്തെ നമുക്ക് പ്രീണിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മൾക്ക് വരും കാലത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. പക്ഷേ അവർ ചിന്തിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് സംഭവിച്ചത്. മൊത്തത്തിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുന്നു, CPM നിലംപരിശാകുന്നു. അവിടെ നിന്ന് ഇനി എണീക്കാൻ ശേഷിയില്ല. അപ്പോൾ ഇനി എണീക്കണമെന്നുണ്ടെങ്കിൽ ഈ വിരുദ്ധത, അടുത്ത വിരുദ്ധത സമൂഹത്തിലേക്ക് കുത്തിയിറക്കി നിറച്ച് കൊണ്ടുവന്നിട്ട് ഈ രണ്ട് വിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തുകയും നിയമസഭയിൽ സീറ്റ് നേടുകയും ചെയ്യുകയാണ് കപ്പിത്താനും സംഘവും ഇപ്പോൾ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന, ഇറക്കി തുടങ്ങിയിരിക്കുന്ന ഈ ബുദ്ധിക്ക് പിന്നിലുള്ളത്. കപ്പിത്താനെ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം നിങ്ങൾ ഇത്രയും നാളും വളരെ കൃത്യമായ രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാവാത്ത രീതിയിൽ ഇഞ്ചക്ട് ചെയ്ത് വർഗീയത കുത്തി നിറച്ചത് സത്യത്തിൽ BJP-യോ മറ്റു പാർട്ടികളോ RSS-ഓ ഒന്നുമല്ല, CPM എന്ന പാർട്ടി തന്നെയാണ്. ഏറ്റവും അധികം സ്പ്ലിറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞ് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ചത്. ഒന്ന് പോയകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, കൃത്യമായി പരിശോധിച്ചാൽ അത് CPM ആണെന്ന് പറയാൻ പറ്റും. അതിന് പിന്നിലും ഇപ്പോൾ പോലും ഈ പ്രീണിപ്പിച്ച് നടത്തണം എന്ന് ചിന്തിച്ചതിന് പിന്നിൽ പോലും മരുമോനിസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മരുമോന് സീറ്റ് കൊടുക്കണം എന്നുള്ളതായിരുന്നു ചിന്ത. പക്ഷേ ഇപ്പോൾ കപ്പിത്താൻ തിരിച്ചറിയുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മരുമോനെന്നല്ല തനിക്ക് തന്നെ സീറ്റ് ഉണ്ടാവില്ല, എന്തിന് CPM തന്നെ അധപ്പതിച്ചു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് നടത്തേണ്ടതുണ്ട് CPM-ന്. ആ CPM-നെ തിരിച്ചുവരവ് നടത്തേണ്ടതിന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് അത് സമൂഹത്തിലേക്ക് അടുത്ത വൈറസിനെ ഇറക്കി വിടുന്നതാണ് ഈ പോർക്ക് ചലഞ്ചിലൂടെ. ബീഫ് ചലഞ്ച് നടത്തുമ്പോൾ ഒരു വിഭാഗം ഇങ്ങനെ കണ്ണും പൂട്ടി ഇരുന്നതോട് പോലെ മറ്റു വിഭാഗങ്ങൾ ഇരിക്കണമെന്നൊന്നുമില്ല. ആ സഹിഷ്ണുത അവർക്കില്ല, അത് അവർ കാണിക്കണമെന്നുമില്ല. അതുകൊണ്ടാണ് ഫൈസൽ കൂടത്തായി ഉൾപ്പെടെ ഇപ്പോൾ ഫൈസൽ കൂടത്തായിക്കാണ് നട്ടലോടുകൂടി ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. അധികം കളിക്കണ്ട, കളി പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫൈസൽ കൂടത്തായിക്ക് പുറകെ മറ്റു നേതാക്കളും കൂടെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും കപ്പിത്താന്റെയും ഗോവിന്ദൻ മാഷിന്റെയൊക്കെ ഇമാതിരി ചീഞ്ഞ അളിഞ്ഞ വ്രണം പൊട്ടിയൊലിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ ചീട്ടുകളി ഇനിയെങ്കിലും നിർത്തുക. കാരണം ഇവിടെയെങ്കിലും നിങ്ങളൊന്ന് ക്ലച്ച് പിടിച്ചു പോകണമെങ്കിൽ വർഗീയത കുത്തി നിറച്ച് ജനങ്ങളെ നിങ്ങൾ ഭിന്നിപ്പിക്കാതിരിക്കുക. സത്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ ഹലാൽ ഭക്ഷണത്തിന്റെ പേരിലായാലും ബീഫ് ഫെസ്റ്റ് നടത്തി അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയതുമൊക്കെ ഈ പറഞ്ഞ പോലെ CPM ആണ്. ആ ഭിന്നിപ്പിക്കുന്ന നടപടി നിങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഈ കപ്പിത്താനും സംഘവും അറിയാതെ ഈ പോർക്ക് ഫെസ്റ്റുമായിട്ട് DYFI ഇറങ്ങില്ല. DYFIക്ക് അതിനുള്ള ചങ്കൂറ്റമൊന്നുമില്ല. DYFI തനിച്ച് തീരുമാനമെടുത്ത് നടത്തിയ ഫെസ്റ്റ് അല്ല ഈ പോർക്ക് ഫെസ്റ്റ്. അത് അവർക്ക് കൃത്യമായിട്ടറിയാം. ഇത് ഇങ്ങനെ ഒരു പോർക്ക് ഫെസ്റ്റ് നടത്തുമ്പോൾ ഇത് ഇവർക്ക് എത്രത്തോളം ദോഷം ചെയ്യും, എത്രത്തോളം വിവാദമാകും എന്നുള്ളതൊക്കെ അതൊക്കെ എന്തായാലും കുട്ടി സഖാക്കൾക്ക് അറിയാം. അതുകൊണ്ട് കുട്ടി സഖാക്കൾ മേൽത്തട്ടിൽ ചോദിക്കുകയും കപ്പിത്താന്റെയും ഗോവിന്ദൻ മാഷിന്റെയും അനുവാദത്തോടെ കൂടി തന്നെ ആയിരിക്കണം ഇത് നടത്തിയത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അതായിരിക്കാൻ തന്നെയാണ് സാധ്യതയും. നന്ദി.